വടക്കേലത്തെ കൃഷ്ണൻകുട്ടി തിരുമേനിയാ. ആരായാലും കുറച്ച് നേരത്തെ വരണ്ടേ? കല്യാണം ഇവിടുന്ന് മാറ്റി വിവരം പറയാൻ എത്ര വിളിച്ചിട്ടും തിരുമേനി കിട്ടണില്ല. അതിന് ഗംഗാധര പണിക്കര് ഇപ്പൊ കൂടി വിളിച്ചല്ലോ. ആ മുത്തശ്ശൻ തന്നെയാ ഞങ്ങൾ ഇവിടെ നിർത്തിയത്, പുതിയ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ. ഗംഗാധര പണിക്കർ ഉണ്ടാവുമല്ലോ, ഞാൻ നോക്കിട്ട് വരാം. നിർത്തണോ? താൻ ഈ കല്യാണം നടത്തില്ല, നടത്താൻ ഞാൻ സമ്മതിക്കില്ല. വണ്ടി മാറ്റിക്കളാ, പിടിച്ച ബോട്ട് ചട്ടിക്കൊണ്ട് കെട്ടിയിട. ഒറ്റയ്ക്ക് കണക്ക് തീർക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ നരേന്ദ്രൻ കൂടെ ഉണ്ടാവുമ്പോ പ്രതികാരത്തിന് മൂർച്ച കൂടുകയല്ലേ. എന്റെ മോള് ദീർഘസുമംഗലിയായിരിക്കട്ടെ. എന്റെ നിന്റെ അച്ഛന്റെയും ഏറ്റവും വലിയ സന്തോഷം മോളെ ഇത്. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയാ മോളെ ഇത്. എന്റെ അനുഗ്രഹം ഉണ്ട് കേട്ടോ. ഏട്ടനെവിടെ? ഹലോ. ഹായ്. എന്തുപറ്റി? ദേ മുഹൂർത്തം ആവാറായി, പെണ്ണിനിറക്കണ്ടേ? അവൾ ഒരുങ്ങിക്കഴിഞ്ഞു, പക്ഷേ അതല്ല വേറൊരു കാര്യം. ഇതിന് എന്തിനുള്ള പുറപ്പാടാ? എന്റെ ജീവിതത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെ എന്റെ അനിയത്തി. അവളുടെ ജീവിതം ഏറ്റവും സന്തോഷമുള്ള ഒരിടത്താവണം. അവളെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ അടുത്താവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെന്താ, ഞങ്ങൾ എല്ലാരും അത്രയും സ്നേഹത്തോടെ അർച്ചനെ കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഒന്ന് പെട്ടെന്ന് വന്നേ, അച്ഛൻ അവിടെ അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അനുപേട്ടനെ പെട്ടെന്ന് കൊണ്ട് ചില അച്ഛൻ പറഞ്ഞു, അതാ ഞാൻ വന്നേ. ഞാനിപ്പോ വരാം. എന്താ പറ്റിയേ? അച്ഛനെന്തെങ്കിലും വയ്യായികയുണ്ടോ? അനുപേട്ടൻ ഒന്ന് വന്നേ. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഇത് എന്തിനുള്ള പുറപ്പാടായിരുന്നു? സ്വന്തം പെങ്ങളുടെ ജീവിതം സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്ന കണ്ട നിങ്ങൾക്ക് സഹിക്കില്ലേ? അവരുടെ അനിയന്റെ കുറ്റവും കുറവും അവരോട് തന്നെ പറഞ്ഞ് അവളുടെ സ്വസ്ഥത എന്നേക്കുമായി നശിപ്പിച്ചാലേ നിങ്ങൾക്ക് തൃപ്തിയാവൂ. ഇനി നിങ്ങളുടെ പെങ്ങൾ താമസിക്കേണ്ടതേ ആ വീട്ടില. ആ ഓർമ്മ പോലും ഇല്ലാതെ ഓരോന്നും. ഇതെനിക്ക് അവരോട് പറഞ്ഞേ പറ്റൂ. നമുക്കെല്ലാം പറയാം. ഈ കല്യാണം കഴിഞ്ഞ് അവളാ വലിയ കുടുംബത്തിന്റെ ഭാഗമാവട്ടെ. എന്നിട്ട് എല്ലാത്തിനുമുള്ള കൃത്യമായ വിശദീകരണങ്ങളും തീരുമാനങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. ദേ, ഇപ്പൊ നിങ്ങൾ ഈ വിവാഹത്തിന് തടസ്സം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. അതെ, മുഹൂർത്തായിട്ടോ, വേഗം വാ. വാ. സജ്ജങ്ങൾ ഏത് കത്താണല്ലോ.
ആൻഡി ആൻഡി ഇത് അർച്ചുവന്റിയുടെ ബാഗാണല്ലോ. സച്ചിങ്ങളെ ഇരികത്ത് ഇതിലിരിക്കട്ടെ. മുഹൂർത്തത്തിന് സമയമായി. പൂജാരിയെ കാണുന്നില്ലല്ലോ. പൂജാരി വന്നോളും, ടെൻഷൻ ആവണ്ട. നമുക്ക് പെണ്ണിന്റെ മണ്ഡപത്തിലേക്ക് വിളിക്കാം. എന്താണ്, ഓർമ്മയുണ്ടോ എന്നെ? തച്ചിലേടത്ത് നരേന്ദ്രൻ തമ്പി. ഈ നേരത്തൊരു വിളി പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാനങ്ങനാ, ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് വരാനാ എനിക്കിഷ്ടം. പണ്ട് ഞാൻ നടത്താനിരുന്നൊരു കല്യാണം നീ മുടക്കിയത് ഓർമ്മയില്ലേ? അപ്പോ നിനക്കും അതുപോലൊരു ചെറിയ സമ്മാനം ഞാൻ തരണ്ടേ? എന്നെ മറികടന്ന് ഈ കല്യാണം നടത്താൻ പറ്റുമെന്ന് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞങ്ങൾ അധികം ദൂരത്തൊന്നുമല്ല, ഇവിടെ തന്നെയുണ്ട്, ഹാളിന്റെ പുറത്ത്. എന്തായാലും കല്യാണം നടന്നില്ലെങ്കിലും നിന്റെ സദ്യ ഒന്നും വേസ്റ്റ് ആവില്ല. അതിന് പറ്റിയ കുറച്ചെണ്ണത്തിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താടാ, ഒരു ചെറിയ പണി ഉണ്ടല്ലോ അഖിലേ? ഉണ്ടാവണമല്ലോ. എന്തായാലും ഇത്രയും തീർത്തല്ലേ, അതും കൂടി നോക്കാം. എന്താ പറ്റിയത്? ആരെ വിളിച്ചേ? ക്ഷണിക്കാത്ത സദ്യ തിന്നാൻ മാത്രമായി കുറച്ചു പേര് വന്നിട്ടുണ്ട്. അവരെ ഒന്ന് സൽക്കരിച്ച് കയറ്റി ഇരുത്തിയിട്ട് ഞങ്ങൾ വരാം. ആര് വന്നു? മാത്രല്ല പൂജാരി എവിടെ? ഞങ്ങളുടെ കോളേജിലെ കുറച്ച് ഫ്രണ്ട്സാ. പൂജാരി അവരുടെ ഒപ്പമുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് ആളെ ഇങ്ങോട്ട് അയക്കാം. ഇവിടെ ബാക്കി പരിപാടികളൊക്കെ നടക്കട്ടെ. അളിയാ, ഇത് വെച്ചോ.
ഇതാണോ സദ്യ തീർക്കാൻ വേണ്ടി നീ കൊണ്ടുവന്ന ആൾക്കാര്? ഇവര് വിചാരിച്ച ഒരു കൂട്ടുകറി പോലും തീരില്ലല്ലോ നരേന്ദ്ര. 2 തരം പായസം അടക്കം വലിയ സദ്യ ഇവരെ കൊണ്ട് താങ്ങുമെന്ന് തോന്നുന്നില്ല. ഇവരെ കൊണ്ടായില്ലെങ്കിലേ ഞാനും ഉണ്ടല്ലോ. നീ എലിയിട്ട് വിളമ്പ്, കാണട്ടെ. ഞാൻ തുടങ്ങിയാ മതിയോടാ. ആ ചേട്ടാ, ഒരു പൂജാരി ഇതിലെ പോകുന്നുണ്ടായിരുന്നു. കണ്ടില്ലല്ലോ. ഇയാളിത് ഞങ്ങളെ പണ്ടത്തെ ആ കോളേജ് കാലം ഒന്നും കൂടി ഒന്ന് ഒരുമിച്ച് ആസ്വദിച്ച് വരികയായിരുന്നു. നല്ലൊരു ഇടി മിസ്സാണല്ലോ എന്നതേ ഇന്നലെയും കൂടി ഇവൻ പറഞ്ഞോളൂ. അതെ, എന്തായാലും ചേട്ടൻ കൃത്യസമയത്ത് വന്നോണ്ട് ആ ആഗ്രഹം സഫലമായി. മുഹൂർത്തം തീരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണേ. ആരെങ്കിലും ഒന്ന് വരണേ. തിരുമേനി വാ വാ. ഇതുവരെ എവിടെയായിരുന്നു? മുഹൂർത്തത്തിന് സമയമായി. ഓട്ടെ. സദ്യ പോയിട്ട് കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് നിന്റെ കൂടെ വന്നവര്. നിനക്കും എണീറ്റ് നടക്കാൻ കുറച്ച് സമയം എടുക്കും. ഇടി വഴിതിരിഞ്ഞു വരുന്നതിന് മുമ്പ് ഇവിടുന്ന് മുങ്ങുന്നു ബുദ്ധി. നടക്കാൻ പാകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോടാ മാമച്ച. എന്റെ ഇഷ്ടത്തിനല്ല ഈ കല്യാണം നടക്കുന്നതെന്നും അവളെ ഒരിക്കലും ഒരു ഭാര്യയായി കാണാൻ പറ്റില്ലെന്നും അവളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണം. എനിക്ക് ശരീരമല്ലാതെ വേർക്കുന്നു. പുതിയ തീരങ്ങൾ തേടാനോ പതിയെ ഞാനേകനാ എളിനിലാവാകെ മൂടുന്നു ഇരുളുമീ മേഘവോ ഇടറി വീഴുന്നിതാ ഞാനീ പഴയ തീരങ്ങളിൽ. നീയാ താരം തേടുന്നു ഞാൻ ദൂരെ ദൂരെ പോവാതെ നീ. സ്നേഹമാംഗല്യം നോവുന്ന മോഹമാലയം മായുന്നു. സ്നേഹമാംഗല്യം നോവുന്ന മോഹമാലയം മായുന്നു. സ്നേഹമാംഗല്യം നോവുന്ന മോഹമാലയം. കല്യാണം കഴിഞ്ഞാലും എവിടെ പോയാലും നീ എന്റെ കുഞ്ഞുമകള് തന്നെ. എന്നും ഏട്ടനുണ്ടാവും കൂടെ. എന്തിനും ഏതിനും എപ്പോ വേണമെങ്കിലും മോൾക്കെന്നെ വിളിക്കാം. ഒരിക്കലും ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ വേണ്ട. മോൾക്ക് മനസ്സിലായോ? മനസ്സിലായോ ഒന്ന്? ഏട്ടനിതെന്താ പറ്റിയേ?
എനിക്കറിയാലോ എന്റെ ഏട്ടനെ. എന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഏട്ടാ.